അങ്ങനെ തൃശ്ശൂർ പൂരനഗരിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് രാവിലെ മുതൽ നമ്മൾ കൊടും വെയിലിൽ ആയിരുന്നെങ്കിൽ ഇന്ന് അല്ലേ അക്ഷയ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ പതുക്കെ പതുക്കെ പൂരനഗരിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സന്ധ്യയായി സൂര്യന്റെ വീട്ടിലേക്ക് പോയി എന്നൊക്കെ പറയുന്ന പോലെ ചൂട് എന്തായാലും കുറഞ്ഞിട്ടുണ്ട്. ചൂട് പറയുന്നത് നമ്മൾ നേരത്തെ ഒക്കെ നോക്കുമ്പോൾ എല്ലാവരും വീശിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ രാത്രി പൂരനഗരി കാണുക മനോഹരമാണ് അല്ലേ. ആളുകൾ ആ കാഴ്ച കാണാൻ ഒരുപാട് പേർ വരുന്നുണ്ടാവും. പുറമേ നിന്നുള്ളവരൊക്കെ ഇപ്പൊ രാവിലത്തെ തെക്കേ ഗോപുര നട തുറന്ന് എറണാകുളം ശിവകുമാർ വരുന്നത് കാണാൻ ഒരുപാട് ആളുകൾ കാഴ്ചക്കാരുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അധികം നമ്മൾ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല. വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ അതിഥികളിലേക്ക് പോകാം. പാറമേക്കാവിന്റെ ദേവസ്വം സെക്രട്ടറി ശ്രീ രാജേഷ് നമുക്കുണ്ട്. വളരെ ഇത്തവണത്തെ പൂരത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. കാരണം ഒരു പ്രത്യേക അവസ്ഥയിൽ നിന്നാണ് ആളുകൾ തൃശ്ശൂർ പൂരം ആളുകളുടെ എത്രത്തോളം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുകൂടി കാണുന്ന ഒരു നിമിഷമാണ്. അപ്പോൾ വേദനകളുണ്ട്, പക്ഷെ ഒപ്പം തന്നെ ആചാരങ്ങളെയും എത്രയോ ആളുകളുടെ കഠിനാധ്വാനത്തിൻ്റെ കൂടെ പ്രതിഫലനമാണ് തൃശ്ശൂർ പൂരം. അപ്പോൾ ആ നിലയിൽ എങ്ങനെയാണ് ഇതുവരെ ഉള്ള പൂരത്തിൻ്റെ മുന്നോട്ട് പോക്കുന്നത്? നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് 4 ദിവസം മുമ്പ് നടന്നത്. അതിൽ അഗാധമായ ഖേദം നമുക്കെല്ലാവർക്കും ഉണ്ട്. എന്നാൽ ആചാരങ്ങൾ സംരക്ഷിക്കണം. ഭഗവതിയുടെ പൂരം അതായത് ഉത്സവമാണ്. ഒരു ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള 5 കാര്യങ്ങളാണ് പറയുന്നത്. 1 ആചാര്യൻ്റെ ശുദ്ധി, 1 വേദോച്ചാരണം, 3 ഉത്സവങ്ങൾ, പിന്നെ അന്നദാനം, അങ്ങനെ 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഉത്സവത്തിലെ പടഹാദി ഉത്സവമാണ് പൂരം എന്ന് പറഞ്ഞാൽ. അപ്പം അത് മുടക്കാൻ പാടില്ല. അത് അതിൻ്റെ ആചാരത്തോടുകൂടി എല്ലാം നടത്തണം എന്നാണ്. ഞങ്ങൾ ആചാര്യന്മാരായിട്ട് സംസാരിച്ചു, പലരായിട്ടും സംസാരിച്ചപ്പോഴും കാര്യങ്ങളൊന്നും മുടക്കരുത്, വേണമെങ്കിൽ നമുക്ക് ആർഭാടം കുറയ്ക്കാം. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വെടിക്കെട്ട് വളരെ സിംബോളിക്കായിട്ടാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ കുടമാറ്റത്തിന് വേറൊരു ആർഭാടാണ് കുടമാറ്റം. 10, 70, 80 സെറ്റ് കുടകൾ ഞങ്ങൾ മാറ്റാറുണ്ട്. ഇത്തവണ അത് 2 കൂട്ടരും കൂടി അതും പ്രതീകാത്മകമായിട്ട് 15 സെറ്റിൽ ഒതുക്കുകയാണ്. ഇവിടെ തെക്കേ ഗോപുരനടയിൽ 15 സെറ്റ് കുടകൾ മാത്രമേ മാറ്റുകയുള്ളൂ. ഇത് രണ്ടുമാണ് പ്രത്യേകത. ഈ യോഗം ചേർന്ന് കുറേ തീരുമാനങ്ങളൊക്കെ ആയിട്ടാണ് ഇത്തവണ പൂരത്തിലേക്ക് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പാലിക്കാൻ പറ്റുന്നുണ്ടോ? പിന്നെ ചൂടുണ്ട്, എങ്ങനെയാണ്? അതായത് ഇപ്പം എല്ലാവർക്കും ചൂടെന്ന് പറയുന്നു. എൻ്റെ വളരെ കുട്ടിക്കാലത്ത് തൊട്ടേ ഞാൻ തൃശ്ശൂർ ജനിച്ചു വളർന്നതാണ്. ഒരു 35, 40 ഇടയിൽ ഈ മീനമാസത്തിലും മേടമാസത്തിലും, അതായത് മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസത്തിലും 35, 40 ഇടയിലാണ്. ഇതിൽ ജനങ്ങൾക്ക് ചൂട് സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അതെന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് കൂടുതൽ ഓഫീസുകളിലും പല വീടുകളിലൊക്കെ ഇപ്പോൾ AC വെച്ച് തുടങ്ങി. കാർ AC ആയി, വാഹനങ്ങൾ AC ആയി. അപ്പോൾ ചൂട് സഹിക്കാനുള്ള മനുഷ്യൻ്റെ ആ ഒരു ഇത് സ്ട്രെങ്ത്ത് കുറഞ്ഞു. അതാണ് ഈ ചൂടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മരുഭൂമിയിലൊക്കെ ആൾക്കാർ 50-55 ഡിഗ്രിയിൽ ജോലിയുണ്ട്. കൺസ്ട്രക്ഷൻ സൈറ്റ്സിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം മിഡിൽ ഈസ്റ്റിൽ പോയാൽ കാണാം നമുക്ക്. അപ്പോൾ ഇതൊരു അത്ര വലിയൊരു ചൂടായിട്ട് തോന്നുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ റെക്കോർഡ്സ് പരിശോധിച്ചാൽ അങ്ങനൊരു കുറവാണ്. ഇതിലും ചൂടുണ്ടായിട്ടുണ്ട്, ഇതിനും കൂടുതൽ ചൂടുണ്ടായിട്ടുണ്ട്. അപ്പം ഇത് പിന്നെ ചൂട് മേടമാസത്തിലെ സൂര്യനിലാണ് ഇത് ഈ പൂരം എഴുന്നള്ളിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം പാറമേക്കാവ് ഭഗവതി പുറത്തിറങ്ങുന്നത് ഉച്ചത്തിൽ നിൽക്കുമ്പോഴാണ്. അതായത് മേടമാസത്തിലെ ഏറ്റവും കൂടുതൽ ചൂടുള്ളപ്പോഴാണ്. പണ്ട് പോലെ തന്നെ 230 കൊല്ലമായിട്ട് എഴുന്നള്ളിയിട്ട് ഇനിയും എഴുന്നില്ല. ശരി, ഹരി തൃശ്ശൂരുകാരനാണ്. പൂരത്തിൻ്റെ എല്ലാ അല്ലേ അതിൻ്റെ ആഘോഷങ്ങളൊക്കെ അറിയുന്ന ആളാണ്. എന്തായാലും ഇത്തവണയും പാട്ടൊക്കെ ഇറക്കിയിരുന്നു നമുക്കറിയാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വേറെയാണ്. എങ്കിലും നമ്മൾ പരമാവധി എല്ലാവരും മനസ്സർപ്പിച്ച് ഇപ്പം എനിക്ക് തോന്നുന്നു വന്നിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഇത് മനുഷ്യൻ്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ടും കൂടെ ഞാൻ കാണുന്നുണ്ട്. വളരെ സങ്കടകരമായ സാഹചര്യമുണ്ട്. അതിനവർക്ക് വേണ്ട സഹായ സഹകരണങ്ങളെല്ലാം സംവിധാനങ്ങൾ വഴി നൽകുന്നു. ഒപ്പം ഇത്രയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പോൾ കുടമാറ്റാകട്ടെ, ഇത് വെറും തൃശ്ശൂരുകാരുടെ മാത്രമല്ല, എത്രയോ മനുഷ്യരുടെ ഒരു എത്രയോ നാളുകളുടെ അധ്വാനത്തിൻ്റെ കൂടി ഫലമാണ്. അതുകൊണ്ടാണ് പൂരം നടക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ തൃശ്ശൂരുകാർക്ക് പെട്ടെന്ന് മനസ്സിലായിരിക്കും. മറ്റ് ജില്ലക്കാരാണ് പലരും സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് തുറന്നു പറയാം, സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഇടുന്നവർ മറ്റ് ജില്ലക്കാരാണ് ഇതെന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കും. പക്ഷേ തൃശ്ശൂർ ഇപ്പം ഞങ്ങൾ നമ്മൾ നേരത്തെ രാവിലെ ഇവിടെ കുറച്ച് ഒരു അമ്മമാരായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ ചേർന്ന് നിൽക്കണം. അപ്പോൾ ഈ പൂരം ആ ഒരു വികാരമാണ്. പൊതുവെ ആൾക്കാരുടെ ടോളറൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ കയറി സോഷ്യൽ മീഡിയയിൽ തോന്നിയത് എഴുതുക. ഒരാൾ ബീഫ് കഴിക്കാച്ചാൽ ബീഫ് കഴിച്ചോട്ടെ, ഒരാൾ പോർക്ക് കഴിക്കാച്ചാൽ പോർക്ക് കഴിച്ചോട്ടെ, ഒരാൾ വേറെ എന്തെങ്കിലും ചെയ്തോട്ടെ. ഇതൊക്കെ അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതമാണ്. നമ്മൾ വേറൊരാളുടെ അഭിപ്രായത്തിൽ കയറി ഇടപെടുകയോ അനാവശ്യമായിട്ട് വഴക്കുണ്ടാക്കുകയോ അതും പറഞ്ഞ ആൾക്കാരെ 2 തട്ടിൽ നിർത്തി തല്ലുപിടിക്കുകയോ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആൾക്കാർക്കൊക്കെ അത്യാവശ്യം വിദ്യാഭ്യാസം ബോധമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കൂടുതൽ ഇത് ശ്രമിക്കുന്നത് അടി ഉണ്ടാക്കാനാണ്.
അപ്പോൾ അത് സോഷ്യൽ മീഡിയ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, ആരും തുടങ്ങി പറഞ്ഞു. അതിനെ മറികടക്കാണ് നമ്മൾ പൂരം കൊണ്ട് അല്ലേ ഹരി? അതായത് ഒരു വർഷത്തെ പൂരം പൂർത്തിയാകുന്ന നിമിഷം മുതൽ അടുത്ത വർഷത്തെ പൂരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുക. മനസ്സിലും ചുറ്റുപാടുകളിലും സാങ്കേതികമായിട്ടും സംവിധാനങ്ങൾ കൊണ്ടൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. എത്രയോ മാസങ്ങളുടെ അധ്വാനം, പ്രതീക്ഷ, പ്രാർത്ഥന, ശ്രമം, അതെല്ലാം അതിനുള്ള അലങ്കാരങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വയ്ക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള ആർഭാടങ്ങൾ ഒഴിവാക്കാൻ, ആഘോഷങ്ങൾ ഒഴിവാക്കാൻ, അതിൻ്റെ ഉല്ലാസം, രസമൊക്കെ മാറ്റിവെക്കാനും ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ പക്വമായി, വളരെ സംയമനത്തോടു കൂടിയിട്ട് എന്താണോ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പൂരം ആചരിക്കാൻ തയ്യാറാകുന്നിടത്താണ് നമ്മൾ നല്ല ആളുകൾ മനസ്സിലാക്കുന്നത്. രാവിലത്തെ ചടങ്ങിൽ പോലും അറിയാം അല്ലെ, ആളുകൾ അത് ഇപ്പൊ തന്നെ നമുക്ക് ആളുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ശരിയാണ്, അത് ഉണ്ട്, അതിലേക്ക് കടന്ന് നമ്മൾ പോകേണ്ടതുണ്ട്. പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് മനുഷ്യന്മാരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ്, അത് എല്ലാ തരത്തിലുള്ള കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പ് പോയിട്ട് അവരുടെ ജീവിതം ജീവിത മാർഗമായി തന്നെ പൂരവുമായി ബന്ധപ്പെട്ടുള്ളത്. ഇവിടെ കടല വെക്കാൻ വരുന്ന ചേട്ടൻ മുതലുള്ള എല്ലാ ആൾക്കാരും അങ്ങനെ കാണുന്നവരാണ്. ഇപ്പൊ ഇവിടെ ആളുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ കാണാം അല്ലെ, നമ്മൾ സാധാരണ എല്ലാ വർഷവും എങ്ങനെയാണ് അതുപോലെ തന്നെ ആണ് ഇവിടെ ഇത്തവണ മാറ്റങ്ങളൊന്നുമില്ല. എങ്ങനെയാണ് ഇപ്പോൾ നാളെ രാവിലെ മുതൽ എഴുന്നേൽപ്പുകൾ തുടങ്ങിയായി? അതിനൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ കാണുന്ന പോലെ തന്നെ പുരുഷാരം വീണ്ടും നാളെ ഇരമ്പി എത്തും. വെടിക്കെട്ടില്ലെങ്കിലും അതിനെ അല്ലാതെ ആഘോഷിക്കാനുള്ള ചടങ്ങുകൾ ഒരുപാടുണ്ട്, അത്രയും മണിക്കൂറുകളുണ്ട്. എങ്ങനെയാണ് ബാക്കി ഒരുക്കങ്ങളൊക്കെ ഇതുവരെ? അതായത് പാറമേക്കാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുന്നള്ളിപ്പ് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കുള്ള ഭഗവതിയുടെ എഴുന്നള്ളത്താണ്. അത് ഏതാണ്ട് 11:45 ചെമ്പടമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളും. അത് കഴിഞ്ഞ് ചെമ്പട കലാശിച്ച് പാണ്ഡ്യൊലമ്പി വടക്കുന്നാഥൻ്റെ കിഴക്കേ ഗോപുരത്തിൽ കൂടി വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറി ഇളഞ്ചിച്ചോട്ടിലെത്തി വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഇളഞ്ഞിത്തറ മേള ഏതാണ്ട് 2-2:30 ആകുമ്പോഴേക്കും തുടങ്ങി 4:30 മണിക്കത് അവസാനിക്കും. അത് കഴിഞ്ഞാൽ ഈ തെക്കേ ഗോപുരം വഴി പുറത്തേക്ക് 15 ഗജൻവീരന്മാർ നിരന്ന് സ്വരാജ് റൗണ്ടിലെത്തി അവിടുന്ന് സന്ധ്യവേല കഴിഞ്ഞ് തിരിച്ച് 7 ആനകൾ തിരിച്ചു വന്ന് 15 ആനകൾ അവിടെ എത്തും. അപ്പോഴേക്കും തിരുവമ്പാടി ഇവിടെ നിരന്ന് നിൽക്കും. അങ്ങനെ മുഖത്തോട് മുഖം നിന്ന് കുടമാറ്റം നടക്കും. ഈ കുടമാറ്റം നമ്മളത് ഒഴിവാക്കുമെങ്കിലും അതിൽ എത്രയോ, ഇപ്പോൾ ഹരിനാഥൻ സൂചിപ്പിച്ചു, എത്രയോ ദിവസത്തെ ജോലികളാണ്, അവരുടെ സർഗാത്മകമായ ചിന്ത, കുറേ പേരുടെ പരിശ്രമമൊക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെ കുടകൾ എനിക്കത് ഭയങ്കര കൺഫ്യൂഷൻ തോന്നി. ഏതൊക്കെ കുടകൾ മാറ്റി വെക്കേണ്ടി വന്നു? വളരെ വേദനയോടെ ആയിരിക്കും ചെയ്യുന്നത്, പക്ഷെ അതെങ്ങനെയാണ് തീരുമാനം എടുത്താൽ? അതിൽ ഞങ്ങൾ ഏതാണ്ട് 65 സെറ്റ് മുത്തുക്കുടകളും 13 സെറ്റ് സ്പെഷ്യൽ കുടകളും തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. കുട കാണാനൊക്കെയാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഒരു ബഹളം അതിലാണ്. അപ്പോൾ ആ സ്പെഷ്യൽ കുടകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കി ഈ 65 സെറ്റിൽ നിന്ന് ഒരു 15 സെറ്റ് ഇവിടെ മാറുള്ളൂ. മറ്റുള്ള ചില കുടകൾ അവിടെ പുറത്തിറങ്ങുമ്പോൾ ഡിസ്പ്ലേ ചെയ്യും. അതുപോലെ ഇവിടെ ഇറങ്ങുമ്പോൾ ഒരു 3-4 സെറ്റ് മാറ്റിക്കൊണ്ടിരിക്കും. കുടമാറ്റം എന്ന ചടങ്ങിൽ 15 സെറ്റ് മാറ്റും. ഒരു കാര്യം ചോദിച്ചോട്ടെ, സാധാരണ കുടമാറ്റത്തിൽ നമ്മളിങ്ങനെ കൗതുകത്തോടെ കാത്തിരിക്കുമല്ലോ, അടുത്ത കുട ഉണ്ടാകും, അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള കുറെ കുടകൾ ഉണ്ടാകില്ലേ? അതുണ്ടാവും, നല്ല കുടകളുണ്ടാവും, അത് എല്ലാം പ്രദർശിപ്പിക്കും. ശരി, എന്തായാലും അങ്ങനെ അതിനുള്ള ഒരുക്കങ്ങളും ആയി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഈ പാട്ടുകൾ ഓരോ തവണയും പാട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. ഇത്തവണ ഉണ്ടാക്കിയിരുന്നല്ലേ? ഇത്തവണ ഉണ്ടാക്കി. അത് പൂരപ്രണയം എന്നൊരു ആൽബമാണ്. ഞാൻ 8 വർഷങ്ങളിലായിട്ട് പൂരം സോങ്സ് ചെയ്യുന്നത്. പക്ഷെ ഈ അവസരത്തിലേ ആ പ്രണയം നിറഞ്ഞ പൂരാഘോഷത്തിന്റെ പാട്ടിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കൊറോണ വന്ന സമയത്ത് പൂരം അന്ന് എഴുതിയ ഒരു കവിത അഥവാ പൂരപ്പാട്ടിലെ വരികള്, പൂരത്തിനാരുമില്ല എന്നാരു ചൊല്ലി പൂരം ഇന്നുള്ളത്തിലല്ലേ, മേളത്തിനാരവം കേൾക്കാം ഹൃദയത്തിൻ സ്പന്ദന താളമതല്ലേ, 1000 വർണ്ണക്കുടകൾ നിറഞ്ഞതിന് ആത്മാവിൻ മുറ്റത്തിലല്ലേ തുടങ്ങിയ വരികളാണ്. അതായത് പൂരത്തിൻ്റെ ആഘോഷങ്ങൾ ഹൃദയത്തിലുണ്ട് ആളുകൾക്ക്. പക്ഷെ അത് നമ്മൾ ഡയറക്റ്റായിട്ട് ലൈവായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതിന് ഇത്തവണ എന്തായാലും മിതത്വം ആവശ്യമുണ്ട്. കാരണം നമ്മുടെ മനസ്സിലൊക്കെ നൊമ്പരം, നെടുവീർപ്പുണ്ടാക്കുന്ന, സങ്കടം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണല്ലോ നടന്നിരിക്കുന്നത്. അതിനോട് ഐക്യപ്പെടുക, അതിൽ നമ്മുടെ ആദരവ് അർപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ ആ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇത്തവണത്തെ പൂരമാണ്. നമ്മുടെ ആ കാത്തിരിപ്പ് അടുത്ത വർഷം കൂടുതൽ അല്ലെ, ഇതിൽ കൂടുതൽ അത്ഭുതങ്ങൾ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന. ഈ പറയുന്ന പോലെ ആ പാട്ടിലെ വരികൾ കൃത്യമാണല്ലേ. പൂരം എന്ന് പറയുന്ന ഓരോരുത്തരുടെ ഉള്ളിലാണ് അല്ലെ, ഹൃദയത്തിലാണ്, ഹൃദയത്തോട് ചേർന്ന് നിൽക്കണം. അതെ, ഇവിടെയുള്ള ആളുകളൊക്കെ അങ്ങനെ പൂരപ്രേമികളാണ്. അപ്പോൾ ആ പൂരപ്രേമികളൊക്കെ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് പലയിടങ്ങളിൽ നിന്നുള്ള കാഴ്ചകളിലേക്കൊക്കെ പോകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ സന്തോഷം ഹരി. ഒപ്പം ഇങ്ങേക്കും എന്തായാലും മനോഹരമാകട്ടെ എല്ലാ ഭാവങ്ങളും.